നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോഴ്സസും ലാമിസ് തിയറവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് നോക്കാം. അപ്പോൾ ഫോഴ്സ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കോപ്ലാനാർ ആൻഡ് നോൺ കോപ്ലാനാർ. അപ്പോൾ കോപ്ലാനാർ എന്ന് വെച്ചാൽ സെയിം പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ ടേബിൾ ഒരു പ്ലെയിനാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ തന്നെ ഒരു രണ്ട് ഫോഴ്സസ്, ഇതൊരു ഫോഴ്സ്, ഇത് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കോപ്ലാനാർ എന്ന് വിളിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു ഫോഴ്സ് ഇപ്പോൾ വേറൊരു പ്ലെയിൻ, ഇത് കുറച്ച് ഹൈറ്റിലായിരുന്നെങ്കിൽ, വേറെ ലെവലിലായിരുന്നെങ്കിൽ അത് വേറെ പ്ലെയിനായി. അപ്പോൾ അത് നമുക്ക് കോപ്ലാനാർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സെയിം പ്ലെയിനിലുള്ളതാണ് കോപ്ലാനാർ. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ നോൺ കോപ്ലാനാർ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു 2 ഡയമെൻഷണൽ എന്ന് വേണമെങ്കിലും പറയാം. ദെൻ കോപ്ലാനാർ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു കൊളീനിയർ, പാരലൽ, കൺകറൻറ്റ് ആൻഡ് നോൺ കൺകറൻറ്റ്. ഓക്കെ, അപ്പോൾ കൊളീനിയർ എന്ന് വെച്ചാൽ സെയിം, നമുക്കത് ഓരോന്നായിട്ട് ഇവിടെ നോക്കാം. കൊളീനിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം ലൈൻ ആർ കാൾഡ് കൊളീനിയർ ഫോഴ്സസ്. ലൈൻ ഓഫ് ആക്ഷൻ സെയിം ലൈനിൽ തന്നെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ F1, F2, F3 3 ഫോഴ്സസ് ഉണ്ട്. പക്ഷേ മൂന്നിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ സെയിം സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് മൂന്നിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കൊളീനിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൊളീനിയർ. ദെൻ പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സസ് ആർ ഇൻ പാരലൽ. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. പാരലൽ ഫോഴ്സസ്, പാരലൽ തന്നെ ലൈക്ക് പാരലലും അൺലൈക്ക് പാരലലും ഉണ്ട്. അത് ഫിഗർ നോക്കിയാൽ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ലൈക്ക് ആണെങ്കിൽ സെയിം ഡയറക്ഷൻ, അൺലൈക്ക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ കൺകറൻറ്റ് ഫോഴ്സസ്. കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ പോയിന്റ് ആർ കാൾഡ് കൺകറൻറ്റ് ഫോഴ്സസ്. ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ പോയിന്റ്. ഇവിടെ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ ഇവിടെ F1, F2, F3 ഈ 3 ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതിനെയാണ് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഒരു സെയിം പോയിന്റിലേക്ക് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് കൺകറൻറ്റ് ഫോഴ്സ്. അല്ലെങ്കിൽ സെയിം പോയിന്റിൽ നിന്ന് 3 ഫോഴ്സ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ നോൺ കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല. ഒരു ഫോഴ്സ് ഇങ്ങനെയും ഒരു ഫോഴ്സ് ഇങ്ങനെ, ഒരു ഫോഴ്സ് ഇങ്ങനെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. കൊളീനിയർ എന്താണെന്ന് മനസ്സിലായി. പാരലൽ, കൺകറൻറ്റ് ആൻഡ് നോൺ കൺകറൻറ്റ്. നമ്മളിവിടെ കോപ്ലാനാറും നോൺ കോപ്ലാനാറും പറഞ്ഞെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്നത് കോപ്ലാനാർ സിസ്റ്റമാണ്. കോപ്ലാനാർ സിസ്റ്റമാണ്. അപ്പോൾ കോപ്ലാനാർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലും സെയിം ലൈൻ ഓഫ് ആക്ഷനിലും. കോപ്ലാനാർ പാരലൽ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലുള്ള പാരലൽ ഫോഴ്സസ്. കോപ്ലാനാർ കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലുള്ള കൺകറൻറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സസ് അല്ലേ. ദെൻ കോപ്ലാനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലാമിസ് തിയറം എന്ന് നോക്കാം. ലാമിസ് തിയറം എന്ന് വെച്ചാൽ if 3 coplanar concurrent forces are in equilibrium, then each force is proportional to the sine of the angle between the other 2 forces. If 3 coplanar concurrent forces, coplanar concurrent force എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. കോപ്ലാനാർ എന്ന് വെച്ചാൽ സെയിം പ്ലെയിൻ, 2 ഡയമെൻഷണൽ പ്ലെയിൻ. ദെൻ കൺകറൻറ്റ് ഫോഴ്സ് മീൻസ് സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഈ 3 എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. 3 ഫോഴ്സസ് വരുമ്പോഴാണ് നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വേറെയും സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ട്. 3 ഫോഴ്സിൽ കൂടുതൽ വരുവാണെങ്കിലും 3 ഫോഴ്സിൽ കുറവ് വരുവാണെങ്കിലും ഓരോന്നിനും ഓരോ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലാമിസ് തിയറം ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് മാത്രമാണ് ഇവിടെ, ഈ 3 ഫോഴ്സിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം 3 ഫോഴ്സസ്, if 3 coplanar concurrent forces are in equilibrium, then each force is proportional to the sine of the angle between the other 2 forces. 3 കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസ്, ദാറ്റ് ഈസ് ഇവിടെ ഫിഗർ നോക്കിയാൽ F1, F2 ആൻഡ് ഇവിടെ F3, 3 കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ then each force is proportional to the sine of the angle between the other 2 forces. Okay,
3 കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ ഓരോ ഫോഴ്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തുമായിട്ട്, ബാക്കിയുള്ള 2 ഫോഴ്സസിൻ്റെ തമ്മിലുള്ള ആംഗിളുമായിട്ട്. അത് ഇക്വേഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ദാറ്റ് ഈസ് F1 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആൽഫ, ദാറ്റ് ഈസ് F1 ഡിവൈഡ് ബൈ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്, that is alpha. Then F2 divided by angle between other two forces, that is F1 and F3 beta. F3 divided by angle between F2 and F1, that is gamma. ഇത്രയേ ഉള്ളൂ ലാമിസ് തിയറം. ഇനി ലാമിസ് തിയറം വെച്ചുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. ആൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ഫിക്സ്ചർ വെയിങ് 150 Newton hangs from a point C by 2 stay wires AC and BC as shown in the figure. Determine the tensions in the stay wire AC and BC using Lami's theorem. Verify the answer using any other method. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ലൈറ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. 150 Newton ഭാരമുള്ള ഒരു ഇലക്ട്രിക്കൽ ലൈറ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നു ഫ്രം എ പോയിന്റ് C by 2 stay wires AC and BC as shown in the figure. Determine the tensions in the AC-യുടെയും BC-യുടെയും വയറിലെ ടെൻഷൻസ് കണ്ടുപിടിക്കുക ലാമിസ് തിയറം ഉപയോഗിച്ച്. വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് വെരിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ആംഗിൾസ്, ഇവിടെ ഇപ്പം AC ഉണ്ട്, BC ഉണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് നമുക്കറിയണം. ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ അവർ ടോപ്പിൽ 2 ആംഗിൾ തന്നിട്ടുണ്ട്, 60 and 45. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ദിസ് ആംഗിൾ 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90 + 60 150 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇത് 30 ഡിഗ്രി. ഇത് 45 ആണ്, ഇത് 90 ആണ്. അപ്പോൾ 90 + 45 135, ബാക്കി റിമൈനിങ് ഉള്ളത് 45 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾസ് വേണം. അതിന് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് 90 ആണെന്ന് അറിയാം. പിന്നെ ഇത് ടോട്ടൽ 90 ആണെന്ന് നമുക്കറിയാം. അതായത് ഈ വെർട്ടിക്കലും ഈ ഹൊറിസോണ്ടലും 90 ആയിരിക്കും. അപ്പോൾ 30 + ഇത് 60 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ആയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലാസ്റ്റ് ഈ ആംഗിളും നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ 135 വരും ചെയ്ത് നോക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ 3 ആംഗിൾസും അറിയാം. അതായത് എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾസ് 45 + 30, ദാറ്റ് ഈസ് 75. ദെൻ 90 + 60 ആണ് ഈ എയുടെയും ഈ 150 ന്യൂട്ടൻ്റെ ഇടയിലുള്ള, ദാറ്റ് ഈസ് 150. ദെൻ ഹിയർ 135. ഓക്കെ, ഇനി ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ ഈ ടെൻഷൻ ഇൻ AC TAC എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ ടെൻഷൻ ഇൻ BC TBC ഡയറക്ഷൻ, വെയിറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ലാമിസ് തിയറം. നമുക്ക് ഏത് ഫോഴ്സ് വേണമെങ്കിലും എടുക്കാം, TACയോ TBCയോ അല്ലെ 150 ന്യൂട്ടണോ. ഞാനിപ്പോൾ 150 ന്യൂട്ടൺ തന്നെ എടുക്കുകയാണ്. ഡിവൈഡ് ബൈ ലാമിസ് തിയറം എന്താണ് പറയുന്നത്, ഓരോ ഫോഴ്സ് നമ്മൾ ഏത് ഫോഴ്സ് എടുത്താലും 3 ഫോഴ്സസ് കോപ്ലാനാർ കൺകറൻറ്റ് ആണെങ്കിൽ, അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, നമ്മൾ ഏത് ഫോഴ്സ് എടുത്താലും അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് ഇവിടെ അതർ 2 ഫോഴ്സസ് TAC TBC, അതിനിടയിൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ എത്ര നോക്കിയാൽ 75. ഓക്കെ, ദെൻ അടുത്തത് TAC ഡിവൈഡ് ബൈ
ടി ബി സിയുടെയും 150യുടെയും തമ്മിലുള്ള ആംഗിൾ 135, സൈൻ ഓഫ് 135. ദെൻ ടി ബി സി ഡിവൈഡ് ബൈ ടി എ സിയും 150 ന്യൂട്ടണും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കുക, അതായത് 150, സൈൻ ഓഫ് 150. ഇത്രയേ ഉള്ളൂ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ടി എ സി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും എടുക്കുക. ടി എ സി ഈക്വൽ ടു 150 ബൈ സൈൻ 75 ഇൻറ്റു സൈൻ 135. അത് ചെയ്യുമ്പോൾ 109.81 ന്യൂട്ടൺ കിട്ടും. ദെൻ അടുത്ത ടി ബി സി കണ്ടുപിടിക്കാനായിട്ട് 150 ഡിവൈഡ് ബൈ സൈൻ 75. നമുക്ക് അറിയാവുന്ന വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫുൾ അറിയാവുന്ന വാല്യൂ ഇതാണ്, 150 ബൈ സൈൻ 75. ഓക്കെ, ഇൻറ്റു സൈൻ 150. ടി ബി സിയുടെ വാല്യൂ 77.65 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്ത് ടെൻഷൻ ഇൻ എ സി ആൻഡ് ടെൻഷൻ ഇൻ ബി സി കണ്ടുപിടിച്ചു. പക്ഷേ ക്വസ്റ്റനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, determine the tension in stay wires AC and BC using Lam's theorem. Also, you need to verify the answer using any other method. വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് വെരിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളത് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ്. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ്. ഇവിടെ നമുക്കിപ്പോൾ ഒരു സിസ്റ്റം ആവണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. സിഗ്മ എഫ് എക്സും ഈക്വൽ ടു 0 ആയിരിക്കണം, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, സിഗ്മ എഫ് എക്സ് 0 എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ സിമ്പിൾ ഓർത്തിരിക്കുക, സമ്മേഷൻ ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആൻഡ് സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇൻ വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനാണ്. ഇത് ഫോർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ് വരച്ചു. ദെൻ നമുക്കിവിടെ ഉണ്ടായിരുന്ന ഫോഴ്സസ് ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുകയാണ്, ടി എ സി, ദെൻ ടി ബി സി ആൻഡ് 150 ന്യൂട്ടൺ. പിന്നെ ഇത് ഞാൻ എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ ജസ്റ്റ് എഴുതുകയാണ്. ഇത് 45 വരും. ഇത് 290 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫോഴ്സസ് ഇത് മൂന്നേ ഉള്ളൂ, ടി എ സി 150 ടി ബി സി, പിന്നെ ഈ എക്സും വൈയും വരച്ചിരിക്കുന്ന ജസ്റ്റ് കോർഡിനേറ്റ് ജസ്റ്റ് വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എക്സ് നമുക്ക് ആദ്യം 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ടി എ സിക്ക് എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു എക്സ് കമ്പണൻറ്റ് നമ്മൾ ഉണ്ടാക്കണം അല്ലേ. ഇവിടെ ഇപ്പം ടി എ സി ആണ്, അതിൻ്റെ എക്സ് കമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ ടി എ സി കോസ് 60. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമ്മളിവിടെ ഒരു എക്സ് വൈ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസ് ചെയ്യുമ്പോൾ വലത്തെ സൈഡിലുള്ളത് പോസിറ്റീവും ഇടത്തെ സൈഡിൽ നെഗറ്റീവും കൊടുക്കുക. ഓക്കെ, വൈ ഡയറക്ഷൻ ചെയ്യുമ്പോൾ മുകളിലുള്ളത് പോസിറ്റീവ്, താഴെയുള്ളത് നെഗറ്റീവ്, അങ്ങനെ എടുക്കുക. ഓക്കെ, അതൊരു ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ടി എ കോസ് 60, സോറി ടി എ സി കോസ് 60. ഇതിപ്പോൾ നമ്മൾ സിഗ്മ എഫ് എക്സ് ആണ് ചെയ്യുന്നത്. എഫ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എക്സ്
അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സസ് എല്ലാം സീറോ ടിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടി എ സിയുടെ എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടി എ സി എക്സിലോട്ട് ആക്കണം. അപ്പോൾ ടി എ സിയുടെ ഒരു എക്സ് കമ്പണൻ്റ് എന്ന് പറയുമ്പോൾ ടി എ സി കോസിസ്റ്റി. ഓക്കെ, ഇവിടെ ഇപ്പോൾ കോസിസ്റ്റിക്ക് വരെ സൈൻ ഓഫ് 30, അതായത് ഈ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ സൈൻ ഓഫ് 30 എന്ന് എഴുതിയാലും തെറ്റില്ലായിരുന്നു. പക്ഷേ നമ്മൾ സൈനും കോസുമായിട്ട് മിക്സ് ചെയ്ത് കൺഫ്യൂഷൻ ആവണ്ട. നമുക്കൊരു എളുപ്പത്തിന് എക്സ് ഡയറക്ഷൻ്റെ എല്ലാം കോസും വൈ ഡയറക്ഷൻ്റെ എല്ലാം സൈനും വെച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ് ആണ് എടുക്കുന്നത്, എഫ് എക്സ്. അപ്പോൾ ടി എ സി കോസിസ്റ്റി, പിന്നെ എക്സിൻ്റെ ഞാൻ പറഞ്ഞു വലത്തോ സൈഡ് പോസിറ്റീവ്, ഇടത്തെ സൈഡ് നെഗറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവാണ് കാരണം ഇത് വലത്തേക്കാണ് പോകുന്നത്. ഇനി അടുത്ത് ടി ബി സി, ഇത് ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ അത് നെഗറ്റീവ്. ടി ബി സി കോസ് 45. ഓക്കെ, കോസ് 45. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസേ ഉള്ളൂ എക്സ് ഡയറക്ഷനിൽ. ഇത് വൈ ഡയറക്ഷനിലാണ്, ഇത് എക്സാക്റ്റ് വൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്കിനി മാറ്റേണ്ട കാര്യമില്ല, അപ്പോൾ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് ഈക്വൽ ടു 0 ടിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ടി എ സി കോസിസ്റ്റി എന്ന് പറയുന്നത് 0.5 ആണ്, മൈനസ് ടി ബി സി കോസ് 45 എന്ന് പറയുന്നത് 0.707 വരും, ഈക്വൽ ടു 0. ഇനി അടുത്ത് സിഗ്മ എഫ് വൈ ചെയ്യാം. ഓക്കെ, സിഗ്മ എഫ് വൈ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ടി എ സി സൈൻ ഓഫ് 60, പിന്നെ സൈൻ കൊടുക്കേണ്ടത് സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പോസിറ്റീവ് വൈയിൽ മുകളിലോട്ടുള്ളത് പോസിറ്റീവും താഴോട്ടുള്ളത് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. അടുത്ത് ടി ബി സിയും പോസിറ്റീവ് തന്നെയാണ്, പ്ലസ് ടി ബി സി സൈൻ 45. 150 താഴേക്കാണ്, അതുകൊണ്ട് നെഗറ്റീവാണ്, നെഗറ്റീവ് 150 ഈക്വൽ ടു 0. ഇതിനെ നിങ്ങൾക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷനൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളൂ. ഞാനത് ഫുള്ള് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ടി ബി സി ഇവിടെ ടി ബി സി ഇൻറ്റു 0.707, അല്ലെങ്കിൽ ടി ബി സി കോസ് 65 എന്ന് പറയുന്നതും ടി ബി സി സൈൻ 45 എന്ന് പറയുന്നു. ടി ബി സി കോസ് 45ഉം ടി ബി സി സൈൻ 45ഉം സെയിം ആണ്, അപ്പോൾ അത് ക്യാൻസലായി പോകത്തുള്ളൂ ആഡ് ചെയ്യുമ്പോൾ. ബാക്കി ഈ ഫസ്റ്റ് ടേംസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, ടി എ സിയോ ടി ബി സിയോ കിട്ടും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അനദർ ഫോഴ്സും കിട്ടും. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താൽ, ഇത് വളരെ ഈസിയാണ്, ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. ഓക്കെ, ഇതൊരു വേറൊരു മെത്തഡാണ്. ഇവിടെ വെരിഫൈ ചെയ്യാൻ വേറൊരു മെത്തേഡ് വെച്ച് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ.